ഇവിടെ നമുക്ക് ഒരു വെക്റ്റർ ഉണ്ട്. അതിന്റെ ലെങ്ത് വോൾട്ടേജിന്റെ പീക്ക് വാല്യൂവിന് ഈക്വൽ ആണ്. സിഗ്നൽ ഈ രീതിയിൽ മുകളിലേക്കും താഴേക്കും ഓസിലേറ്റ് ചെയ്യുമ്പോൾ വെക്റ്റർ സ്പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സ്പിൻ ചെയ്യുന്ന ആംഗുലാർ സ്പീഡ് ഇവിടുത്തെ ആംഗുലാർ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ്. അടുത്തതായി ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് വരുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം ഇവിടെ നമുക്ക് ഒരു വാൾ ഉള്ളതായും ഇമാജിൻ ചെയ്യുമ്പോൾ ഈ വെക്റ്റർ വാളിൽ ഉണ്ടാക്കുന്ന ഷാഡോ ഈ ഓസിലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെക്റ്ററിന്റെ ഈ പൊസിഷനിൽ ഇവിടെ ഷാഡോ ഒന്നും ഉണ്ടാവുന്നില്ല. അതിനാൽ വിയുടെ വാല്യൂ 0 ആയിരിക്കും. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ വിക്ക് ഒരു പ്രത്യേക വാല്യൂ ലഭിക്കുന്നു. ഈ വെക്റ്റർ ഒരു നിശ്ചിത ആംഗിളിൽ കറങ്ങിയത് കാരണത്താലുള്ള ഷാഡോ ആണ് നമുക്കിവിടെ ലഭിച്ചത്. ഈ ഷാഡോ സൂചിപ്പിക്കുന്നത് വിയുടെ വാല്യൂ ആണ്. വെക്റ്റർ ഇങ്ങനെ സ്പിൻ ചെയ്യുന്നത് തുടരുമ്പോൾ ഷാഡോ വലുതാവുന്നതും ചെറുതാവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വെക്റ്റർ സ്പിൻ ചെയ്യുന്നത് തുടരുമ്പോൾ ഷാഡോ ഓസിലേറ്റ് ചെയ്യുന്നതും തുടരുന്നു. അത് ഈ ഓസിലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. t=0 എന്ന സമയത്ത് വെക്റ്റർ ഷാഡോ ഒന്നും ഫോം ചെയ്യുന്നില്ല. അതിനാൽ വിയുടെ വാല്യൂ 0 ആയിരിക്കും. എന്നാൽ t എന്ന സമയത്തിന് ശേഷം ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. വെക്റ്റർ ആ സമയത്തിൽ ഇത്രയും ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. ഇത് ഒരു സെക്കൻഡിൽ സ്പിൻ ചെയ്യുന്ന ആംഗിൾ ഒമേഗ എന്നായതിനാൽ t സെക്കൻഡിൽ സ്പിൻ ചെയ്യുന്ന ആംഗിൾ ഒമേഗ t എന്നായിരിക്കും വരുന്നത്. ഈ ഒമേഗ ടിയെയാണ് നമ്മൾ ഫേസ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഈ വെക്റ്റർ എളുപ്പത്തിൽ ഫേസ് ആംഗിൾ കാണാൻ നമ്മളെ സഹായിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ ഫേസർ എന്ന് വിളിക്കുന്നു. കൺവെൻഷൻ പ്രകാരം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന്റെ എളുപ്പത്തിനായാണ് ഇവിടെ റൊട്ടേഷൻ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായി എടുക്കുന്നത്. ഈ ഷാഡോ വെക്റ്ററിന്റെ വെർട്ടിക്കൽ കമ്പോണന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഷാഡോ ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്, അതായത് V0 എന്നാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത് V0 സൈൻ ഒമേഗ ടി എന്ന് കിട്ടുന്നു. അതായത് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓസിലേഷനെയാണ്. പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറന്റ് വോൾട്ടേജിനെ 90 ഡിഗ്രി എന്ന ആംഗിളിൽ ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെക്റ്റർ സ്പിൻ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആയതിനാൽ കറന്റ് വോൾട്ടേജിനെ 90 ഡിഗ്രി എന്ന ആംഗിളിൽ ലീഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്. ഫേസറിന്റെ ലെങ്ത് പീക്ക് വാല്യൂവിനെ സൂചിപ്പിക്കുന്നതിനാൽ ലെങ്ത് I0 എന്ന് വരുന്നു. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒമേഗ ടി പ്ലസ് π/2 എന്നായിരിക്കും കറന്റിന്റെ ഫേസ് വരുന്നത്. ഈ ഫേസർ ഇൻഡക്ടറിലൂടെയുള്ള കറന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിതിന്റെ വോൾട്ടേജിന്റെ ഫേസർ ആണ് വരയ്ക്കേണ്ടത്. ഇൻഡക്ടറിൽ വോൾട്ടേജ് ആണ് 90 ഡിഗ്രി എന്ന ആംഗിളിൽ കറന്റിനെ ലീഡ് ചെയ്യുന്നത്. വോൾട്ടേജിന്റെ ഫേസർ ഇവിടെയാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ സ്പിന്നിങ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആയതിനാൽ ഇത് കറന്റ് ലീഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. വോൾട്ടേജ് ലീഡ് ചെയ്യുന്നതിനാൽ ഫേസർ ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ എക്കും ബിക്കും ഇടയിലുള്ള വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. റെസിസ്റ്ററിന്റെ വോൾട്ടേജിന്റെ ഫേസർ ആണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിന്റെ ലെങ്ത് വോൾട്ടേജിന്റെ പീക്ക് വാല്യൂവിനെയാണ് കാണിക്കുന്നത്. ഇൻഡക്ടർ വോൾട്ടേജ് 90 ഡിഗ്രി മുന്നിലായതിനാൽ ഈ രീതിയിലാണ് അതിന്റെ ഫേസർ വരുന്നത്. പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ റിസൾട്ടിംഗ് വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നു.